ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയത് എക്സ്പ്ലെയിൻ ദി പ്രിൻസിപ്പിൾ ഓഫ് റോക്കറ്റ് പ്രൊപ്പൽഷൻ. ജെറ്റ് പ്രൊപ്പൽഷനിൽ നിന്ന് റോക്കറ്റ് പ്രൊപ്പൽഷനെ വ്യത്യസ്തമാക്കുന്നത് റോക്കറ്റ് പ്രൊപ്പൽഷനിൽ അന്തരീക്ഷത്തിലും പോവാം, അന്തരീക്ഷത്തിന് അപ്പുറത്തേക്കും പോവാം. അപ്പം മിക്കവാറും അന്തരീക്ഷത്തിന് അപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഓക്സിഡൈസർ സപ്ലൈ ചെയ്യും. ഫ്യൂവലിൻ്റെ ഒപ്പം ഒരു ഓക്സിഡൈസറും കൂടി കൊടുത്തിട്ടുണ്ടാവും. അല്ലാതെ അന്തരീക്ഷത്തിന് വെളിയിൽ ഓക്സിജൻ ഉണ്ടാവില്ല. ഇനി 2 ടൈപ്പ് എഞ്ചിനും കൂടി പഠിക്കാനുണ്ട്, റാംജെറ്റ് എഞ്ചിനും പൾസ് സ്റ്റേജ് എഞ്ചിനും. എന്താണ് എക്സ്പ്ലെയിൻ ദി റാംജെറ്റ് എഞ്ചിൻ? A ramjet is something referred to flying stovepipe or a adhohide, an abbreviation of aerodynamic duct. It's a form of air-breathing jet engines that goes engines forward motion compressors, incoming air without axial compressor or centrifugal compressor. അതായത് നമ്മൾ സാധാരണ പഠിച്ച ജെറ്റ് എൻജിൻസിലൊക്കെ ഒരു കംപ്രസർ ഉണ്ടാവും. ഇൻലെറ്റിൽ നിന്ന് കംപ്രസർ സക്ക് ചെയ്തിട്ടാണ് കമ്പസ്റ്റൻ ചേമ്പറിലേക്ക് കൊടുക്കുക. പക്ഷെ വെരി ഹൈ സ്പീഡ്, അതായത് മാക്ക് 2 3 അതായത് സൗണ്ടിന്റെ വെലോസിറ്റിയുടെ 2 ഇരട്ടി 3 ഇരട്ടിയിലോ പോകുന്ന ഒരു സിസ്റ്റത്തില് റൊട്ടേറ്റിംഗ് പാർട്സ് അല്ലെങ്കിൽ ഇമ്പല്ലർസ് ഒരു ഒബ്സ്റ്റക്കിൾ ആയിരിക്കും. കാരണം വളരെ ഹൈ സ്പീഡിൽ പോകുമ്പോഴത്തേനും ആ സ്പീഡിൽ അതൊരു ഓബ്സ്റ്റക്കിൾ പോലെ ഇരിക്കും. അതായത് നമ്മുടെ വെടിയുണ്ടയുടെ ഫ്രണ്ട് ഭാഗം നമ്മൾ പരത്തി വെച്ച് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് അതിന്റെ സ്പീഡിനെ അത് എഫക്ട് ചെയ്യും. അതുകൊണ്ടാണ് അതൊരു കൂർത്തായി പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള റാംജെറ്റിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സാധാരണ അതിൽ ഒരു റൊട്ടേറ്റിംഗ് പാർട്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പീഡിൽ പോകുമ്പോൾ റൊട്ടേറ്റിംഗ് പാർട്സ് അതിനൊരു ഒബ്സ്റ്റക്കിൾ ആയിരിക്കും, സ്പീഡ് കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് റാംജെറ്റ് എൻജിൻസിന് റൊട്ടേറ്റിംഗ് പാർട്സ് ഒഴിവാക്കുന്നത്. Because ramjet cannot produce thrust at zero airspeed, they cannot move aircraft from standstill. A ramjet is powered vehicle, therefore require assistant takeoff like a rocker assistant to accelerate to speed where it begin produce thrust. അതായത് ഇത്രയും ഹൈ സ്പീഡിൽ പോകുന്ന ഒരു എഞ്ചിൻ അതിന്റെ സെൽഫായിട്ട് അതിന് ചിലപ്പോൾ ആ സ്പീഡിലേക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. റാംജെറ്റ് എഞ്ചിൻസ് ഒക്കെ വേറെ അസിസ്റ്റഡ് ഫ്ലൈയിലായിരിക്കും കൊടുക്കുക. അതായത് വേറെ ഏതെങ്കിലും എൻജിൻസ് മൂവ് ചെയ്യണതിനൊപ്പം ഇത് കണക്ട് ചെയ്ത് വിട്ടിട്ട് അവിടെ നിന്ന് പിന്നെ ഫയർ ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ഈ മാക് 3 ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. റാംജെറ്റ് വർക്ക് മോസ്റ്റ് എഫിഷ്യൻ്റ്ലി അറ്റ് സൂപ്പർസോണിക് സ്പീഡ് അറൌണ്ട് മാക് 3. സൂപ്പർസോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടിനേക്കാൾ സ്പീഡ് കൂടിയതിന് ാണ് സൂപ്പർ സോണിക് എന്ന് പറയുന്നത്. സോണിക് സ്പീഡ് എന്ന് പറഞ്ഞാൽ സൗണ്ടിന്റെ സ്പീഡ്, സൂപ്പർ സോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടിനേക്കാളും കൂടിയ സ്പീഡ്, അറൌണ്ട് മാക് 3. മാക് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടിനേക്കാളും 3 ഇരട്ടി സ്പീഡ്. ദിസ് ടൈപ്പ് ഓഫ് എൻജിൻസ് ക്യാൻ ഓപ്പറേറ്റ് അപ് ടു സ്പീഡ് മാക് 6. അപ്പൊ ഇതില് റൊട്ടേറ്റിംഗ് പാർട്സ് ഒന്നും ഉണ്ടാവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ഇതിന്റെ ഒരു പടം നമുക്ക് കാണാം. ഇങ്ങനെയാണ് നോസില് ത്രസ്റ്റ്, ഇൻലെറ്റിൽ കൂടി നിന്ന് എയർ വന്ന് ഒരു ചെറിയ കംപ്രഷൻ നടന്ന് കംപ്രസ് ചെയ്ത് പുറത്തേക്ക് പോകും. ഇത്ര ഉണ്ടാവുള്ളൂ മാക് എൻജിൻസ്. ഇനി എക്സ്പ്ലെയിൻ ദി പൾസ് ജെറ്റ് എൻജിൻസ്. പൾസ് ജെറ്റ് എൻജിൻസ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഒരു സെമിനാർ ടോപ്പിക് കണ്ടായിരുന്നു, പൾസ് ഡിറ്റോനേഷൻ എൻജിൻസ്. പൾസ് ജെറ്റ് എൻജിൻസ് ഈസ് എ ടൈപ്പ് ഓഫ് ജെറ്റ് എൻജിൻസ് ഇൻ വിച്ച് കമ്പസ്റ്റൻ ഒക്കേഴ്സ് ഇൻ പൾസസ്. അതായത് ഓരോ ചെറിയ ചെറിയ പൾസസ് ആയിട്ടായിരിക്കും കമ്പസ്റ്റൻ നടക്കുക. അതായത് ഫ്യൂവൽ വരും, കമ്പസ്റ്റൻ ചെയ്യും, അത് പോവും, പിന്നെ അടുത്ത ഫ്യൂവൽ അഡ്മിറ്റ് ചെയ്യും. കണ്ടിന്യൂസ് ആയിരിക്കില്ല. ദ പൾസ് ജെറ്റ് എൻജിൻസ് ക്യാൻ ബി മെയ്ഡ് വിത്ത് ഫ്യൂ ഓർ നോ മൂവിംഗ് പാർട്സ്. ഇതിന്റെ കേസിലും ഹൈ വെലോസിറ്റി ആയതുകൊണ്ട് മൂവിംഗ് പാർട്സ് ഒന്നും കൊടുക്കാറില്ല. ആൻഡ് ഈസ് capable of running statically. No need to have air forced into inlet, typically forward motion. Pulse jet engines are lightweight from jet propulsion, but usually have poor compression ratio and hence it gives low specific impulse. ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, കംപ്രഷൻ റേഷ്യോ കുറവായിരിക്കും, അതുകൊണ്ട് അതിന് സ്പെസിഫിക് ഇമ്പൾസ്, അതായത് 1 കിലോഗ്രാമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമ്പൾസ് കുറവായിരിക്കും. One notable line of research of pulse jet engines includes the pulse detonation engines, which involve repeated detonations in the engines and which can potentially give a high compression and reasonably good efficiency. പൾസ് ജെറ്റ് എഞ്ചിന്റെ ഒരു ഡയഗ്രം എങ്ങനെയാണ്? ഫ്യൂവൽ അഡ്മിറ്റ് ചെയ്യും, ഇവിടുന്ന് എയർ അഡ്മിറ്റ് ചെയ്യും,
അത് പൾസ് ഡിറ്റോനേറ്റ് ആയി പോയി കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത പൾസസ് വരിക, അടുത്ത ഫ്യൂൽ വരിക.